ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയാലും ഇന്ന്. ഞാനല്ല കുക്ക്, മാസ്റ്റർ ഷെഫ് നമ്മുടെ വിരുന്നുകാരൻ രോഹിത്താണ്. അവൻ സൺഡേ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പം അതിനു മുന്നേ സാറ്റർഡേ എടുത്തതാണ് ഈ വീഡിയോ. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ഇതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൂട്ടാനൊന്നും ഇല്ല കേട്ടോ. സവാള അരിയണം, സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതൊരു ഒന്നര സവാളയൊക്കെ മതി, മീഡിയം സൈസ് ഇട്ടാ. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തേക്കണത്. പിന്നെ ബദാം, കാഷ്യൂനട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടി ഇട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് ചിക്കൻ, അതിലും തൈര്, ചില്ലി പൗഡർ, അത് കാശ്മീരി ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ, കളർഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. അതിനുശേഷം ഓയിലിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കനും ഇട്ട് ഇളക്കി വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് രോഹിത്തിൻ്റെ റെസിപ്പി അല്ല, നമ്മൾ യൂട്യൂബ് നോക്കി അവൻ സെലക്ട് ചെയ്തെടുത്തതാട്ടോ. അവൻ എന്താ പറയുക, കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കുക്ക് ചെയ്ത് അവൻ അമ്മയ്ക്കും ചേച്ചിക്കും അച്ഛനും ഒക്കെ കൊടുക്കാറുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും ടേസ്റ്റ് ചെയ്യാൻ തരാമെന്നും പറഞ്ഞ് ഉണ്ടാക്കുകയാണ് ആള്. വൈഷ്ണവും അവനും കൂടി പോയി കടയിൽ പോയി എല്ലാം മേടിച്ചൊക്കെ വന്ന്. വൈഷ്ണവ് ആ ക്യാമറയുടെ പുറയിലാട്ടോ, വീഡിയോഗ്രാഫിയാണ് വൈഷ്ണവ്. ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും കൂടിയിട്ടോ. അങ്ങനെ എല്ലാം അരിഞ്ഞും ഒക്കെ സെറ്റാക്കിയൊക്കെ കൊടുത്തു. രോഹിത് എങ്ങനെയാന്ന് വെച്ചാൽ, ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ. ആ റെസിപ്പി അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അതിപ്പോൾ ഏത് വിഭവമാണെങ്കിലും അവന് വെജും നോൺ വെജും ഒന്നും വിഷയമൊന്നുമല്ല, എന്തും കഴിച്ചോളും ആള്. അത് കഴിക്കുക മാത്രമല്ല, ആസ്വദിച്ച് കഴിക്കും. അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയ ആൾക്ക് അപ്രീസിയേഷൻ കൊടുക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോയിരുന്നപ്പോൾ വയനാട്, അവിടെ ഒരു കുടുംബശ്രീയുടെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഉച്ചയൂണ് കഴിച്ചു. സാധാരണ ഒരു ഊണ്. അപ്പോൾ അവിടെ മത്തി ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ എന്നിട്ട് അതിൻ്റെ കിച്ചണിൽ ചെന്നിട്ട് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. എന്നിട്ട് അവരെ കണ്ട് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടൊക്കെ കേട്ടോ പോകുന്നത്, നല്ല അടിപൊളിയാണ് മത്തി ഫ്രൈ എന്നൊക്കെ. അവർക്കും സന്തോഷമായി, അത് കേട്ട ഞങ്ങൾക്കും ഒക്കെ സന്തോഷമായിട്ടാ. അവനങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാവും. കണ്ട അവൻ്റെ ചിരി, കണ്ട ഫുഡ് ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവന് ഭയങ്കര ഹാപ്പി ആട്ടോ. അവൻ പറയുക, ഞാൻ ഉണ്ടാക്കിയ ഡിഷല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം നോക്കി ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അവൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയി തോന്നി. 3-4 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ. വൈഷ്ണവിനും ഭയങ്കര സാഡായിപ്പോയി. ഭയങ്കര കൂട്ടുകാർ രണ്ടുപേരും കൂടി. ഇനിയിപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് അഡ്മിഷൻ കിട്ടണതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമല്ലോ. ബാംഗ്ലൂർ വരെയാണെങ്കിൽ നമുക്ക് എന്നും കാണാം. മുമ്പ് ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഞങ്ങൾ വീക്കെൻഡ്സിലൊക്കെ കാണുമായിരുന്നു. നല്ലൊരു ബോണ്ടാണ് ഞങ്ങൾ ഫാമിലീസ്. ഞങ്ങൾ ധന്യ ഫാമിലി, ജിഷ, അങ്ങനെ ഞങ്ങൾ 4 ഫാമിലി എപ്പോഴും ട്രിപ്പൊക്കെ പോകും. എൻ്റെ ജോലിക്കാരി ആട്ടോ. അവർ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓടിക്കളഞ്ഞു. അവർ പറയാ, അവർ ഒരുങ്ങിയിട്ട് വരാം ഒരു ദിവസം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്ന്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരിഞ്ഞ സവാള ഒന്ന് തിന്നു നോക്കുക. കരിഞ്ഞതല്ല കേട്ടോ, ബ്രൗൺ കളറിലാക്കിയ സവാള. നല്ല ടേസ്റ്റാണ് അതിന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ ചില ബിരിയാണീസിലൊക്കെ ഇത് യൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ചിക്കൻ കറിയിലും ഇതിൻ്റെയും നട്ട്സ്, ബദാമിൻ്റെയും ഫ്ലേവർ ആട്ടോ കൂടുതൽ. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല, അധികം നേരം എടുക്കില്ല. ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ സമയം മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണ ചിക്കൻ വേണ സമയം ലാസ്റ്റ് എന്നിട്ട് കുറച്ച് ഗരം മസാലയും തൂകും. പിന്നെ മല്ലിയില കുഞ്ഞിതാക്കി ചോപ്സ് ഒക്കെ ആയിട്ട് അതും ഡെക്കറേറ്റ് ചെയ്തെടുക്കും. പിന്നെ വേണമെങ്കിൽ ഈ സവാള ഇങ്ങനെ മൊരിയിച്ചത് അതും കൂടി ഇടാട്ടോ. ഇത്രയും കണ്ടപ്പോൾ അവൻ പറയാ, ഒരു ഫോട്ടോ എടുക്കായിരുന്നു. ഞങ്ങൾ ഫോട്ടോ അല്ല, വീഡിയോ എടുത്തത്. അവൻ തുള്ളി ചാടണ ഒരു ഷെഫിൻ്റെ ആനന്ദം. ഉണ്ടാക്കി അവൻ്റെ വിഭവം സക്സസ് ആയതിൻ്റെ ആനന്ദം ആട്ടോ ഇത്. അത്രയേ ഉള്ളൂ. ബൈ.